ഹലോ ഗൈസ്, വെൽക്കം ടു PreQ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ PWD ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. PWD എക്സാം ഹെൽഡ് ഓൺ 2020 ഫെബ്രുവരി. ഓക്കെ, അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പോയിൻറ്റ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമുക്ക് ലോസസ് എന്നാണ്. പൈഫ്ലോ, ലോസസിൻ്റെ പൈഫ്ലോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്തായാലും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ പൈപ്പ് 0.15 meter diameter taking off from a reservoir suddenly expands to 0.3 meter at the end of 16 meter and continues for another 15 meter. If the head above the inlet of the pipe is 4.88 meter, the actual velocity at the exit taking into consideration all the losses is. എന്നിട്ട് നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. അസ്യൂം എഫ് ഇസ് ഈക്വൽ ടു 0.04 ഫോർ ദി കംപ്ലീറ്റ് പൈപ്പ് ലൈൻ. ഇതാണ് നമുക്ക് ഓപ്ഷൻസ് വെലോസിറ്റി തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളോട് ഫൈനൽ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? എന്താണ്? ഇഫ് ദ ഹെഡ് അബോവ് ദ പൈപ്പ് ലൈൻ ഈസ് ദ ആക്ച്വൽ വെലോസിറ്റി അറ്റ് ദി എക്സിറ്റ്. നമ്മളെ പൈപ്പിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വാട്ടറിൻ്റെ ആക്ച്വൽ വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആക്ച്വൽ വെലോസിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവർ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? നമ്മൾ ആ പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് വരുന്ന എല്ലാ ലോസസുകളും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ആ ലോസസുകളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു PSCക്ക് 1 മാർക്കിന് കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ കുറച്ച് ടൈം എടുക്കുന്ന ലെങ്തി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ കുട്ടികളോട് പറയുന്നത് ഇത് നിങ്ങൾ ഏറ്റവും അവസാനം മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 10-15 മിനിറ്റ് ഒരു കാൽക്കുലേറ്റർ ഇല്ലാതെ ഒരാൾ ഈ ഒരു പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് 10-15 മിനിറ്റ് ഈ പ്രോബ്ലം ചെയ്യാനെടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് വായിച്ച് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് ആ ഫസ്റ്റ് ടൈം റീഡിങ്ങിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ രീതിയിൽ ലെങ്തി ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യരുത്? അറ്റൻഡ് ചെയ്യരുത്. നിങ്ങൾ കംപ്ലീറ്റ് പ്രോബ്ലംസും ഒരു തവണ കംപ്ലീറ്റ് 100 ക്വസ്റ്റ്യൻസും വായിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ 1-2 സ്റ്റെപ്പിൽ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇത് എങ്ങനെയെന്ന് ഏത് രീതിയിൽ ചെയ്യണമെന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് 100 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച അത്രയും 10 മിനിറ്റ് എടുക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ വാല്യൂസ് ഒക്കെ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി ചിലപ്പോൾ 5 മിനിറ്റോടെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണോ? ലോസസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ലോസസ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്താണ്? ആക്ച്വൽ വെലോസിറ്റി അറ്റ് ദി എക്സിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ലോസസ് ഇൻ പൈപ്പ് ഫ്ലോ. ഓക്കെ, ലോസസ് ഇൻ പൈപ്പ് ഫ്ലോ. അപ്പോൾ ഞാനതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഏതൊക്കെയാണ് മേജർ ലോസസ് വരുന്നത്, ഏതൊക്കെയാണ് മൈനർ ലോസസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ 2 രീതിയിൽ ലോസസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മേജർ ലോസസ് ആൻഡ് മൈനർ ലോസസ് എന്ന് പറയുന്നത്. അപ്പോൾ മേജർ ലോസസിൽ വരുന്നത് വിസ്കസ് ലോസും ഫ്രിക്ഷണൽ ലോസസും ആണ് വരുന്നത്. മൈനർ ലോസസിൽ എന്ന് പറഞ്ഞാൽ 4-5 ടൈപ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം ലോസസ് ഇൻ പൈപ്പിൽ. ആദ്യം ഞാൻ എടുക്കുന്നത് മേജർ ലോസസ്. ഓക്കെ, മേജർ ലോസസിൻ്റെ കേസ് ഞാനിവിടെ പൈപ്പ് ഫ്ലോയുടെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. ഓപ്പൺ ചാനൽ ഫ്ലോയോ അല്ലെങ്കിൽ ഫ്ലോ ഇൻ ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഒന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പൈപ്പ് ഫ്ലോയുടെ കേസിലെടുത്താൽ ഓക്കെ, ലോസസ് ഇൻ പൈപ്പ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. മേജർ ലോസ് വരുമ്പോൾ നമ്മൾ ഒന്നും നിങ്ങളോട് ഏത് ഇക്വേഷൻ എടുക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മേജർ ലോസിൽ എടുക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ ആണ്. ഡാസി വേസ്റ്റ് ബാക്ക് ഫോർമുല എന്ന് പറയാം, അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ എക്സാമ്പിൾ അവിടെ നിങ്ങളോട് ഏത് ഇക്വേഷൻ എടുക്കണം എന്ന് അവർ പറഞ്ഞിട്ടില്ല, ലോസസ് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു പൈപ്പിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, വാട്ടർ നല്ല ഏതൊരു ഫ്ലൂയിഡും നമ്മളൊരു പൈപ്പ് ഒന്നിവിടെ ശ്രദ്ധിക്കുക. ഞാനൊരു പൈപ്പ് എടുക്കുന്നു. ഈ പൈപ്പിലൂടെ നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പൈപ്പിലൂടെയാണ് നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഡയമീറ്റർ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിൻ്റെ ഡയമീറ്റർ അറിയാം, D. ഇതിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ആവറേജ് വെലോസിറ്റി ഞാൻ V എടുക്കുന്നു. ആവറേജ് വെലോസിറ്റി ഞാൻ V എടുക്കുന്നു. ഈ പൈപ്പിൽ നമുക്ക് ലോസ് കണ്ടുപിടിക്കേണ്ട ഈ പൈപ്പിൻ്റെ ലെങ്ത്ത്, അത്രയും ഭാഗത്തെ ലെങ്ത്ത് ഞാൻ ക്യാപിറ്റൽ L എടുക്കുന്നു.
ഓക്കെ ആണല്ലോ, ക്യാപിറ്റൽ എൽ എടുക്കുന്നു. പിന്നെ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി ഞാൻ മ്യൂ എടുക്കുന്നു. പിന്നെ ജി സംഭവങ്ങളൊക്കെ വിസ്കോസിറ്റി മ്യൂ എടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. എന്താണ് ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്? ലോസിന് ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ പോയി നമുക്ക് കിട്ടുന്ന ഏതാണ്? ഫ്രിക്ഷണൽ ലോസ് ആണ്. ഫ്രിക്ഷണൽ ലോസ് മീൻസ് ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്ന ഒരു മേജർ ലോസ് ആണ് ഫ്രിക്ഷണൽ ലോസ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാം. HEF ഞാൻ ഫ്രിക്ഷണൽ ലോസ് എന്നുള്ളതുകൊണ്ട് ഹെഡിലാണ് നമ്മൾ ലോസ് എഴുതുന്നത്. നമ്മൾ ലോസ് എപ്പോഴും നമ്മൾ ഹെഡിലാണ് എഴുതുന്നത്. സോ HF is equal to FLV² divided by 2GD. FLV² divided by FLV² divided by 2GD. ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇതിലെ ടേം നമുക്ക് പറയാം. എന്താണ് HF എന്ന് പറഞ്ഞാൽ? HF ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, HF ആണ് നമ്മുടെ ഈ ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്നത്. HF ആണ് ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്നത്. ഇവിടെ F എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആകുന്നതാണ്. F എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫാക്ടർ ഓർ ഡാസീസ് ഫ്രിക്ഷൻ ഫാക്ടർ എന്നും പറയും. നമ്മൾ ഇക്വേഷൻ ആണല്ലോ ഡാസീസ് വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ. അതിൽ ആ ഡാസീസ് എടുത്തിട്ട് ഡാസീസ് ഫ്രിക്ഷൻ ഫാക്ടർ എന്നും പറയും. ഡാസീസ് ഫ്രിക്ഷൻ ഫാക്ടർ. ഓക്കെ, ഫ്രിക്ഷൻ ഫാക്ടർ ഓർ ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടർ ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ദിസ് F is equal to 64 divided by Reynolds number. ഇത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻഡ് ദിസ് F is equal to 64 divided by Reynolds number. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ Reynolds number തന്നിട്ടുണ്ടെങ്കിൽ F കണ്ടുപിടിക്കാം. അതല്ല F തന്നിട്ട് Reynolds number കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസുകളും പല പ്രീവിയസ് എക്സാംസിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ Fന് പകരം വേറൊന്നും കൂടെ യൂസ് ചെയ്യാറുണ്ട്, F ഡാഷ് എന്ന് പറയുന്നത്. F ഡാഷ് is equal to നമുക്ക് പറയാം F ഡാഷ് is equal to കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. F dash is equal to coefficient of friction. F dash is equal to coefficient of friction or നമ്മൾ അതിന് പറയുന്ന വേറൊരു പേര് പറയുന്നുണ്ട് മാനിങ്സ് ഫ്രിക്ഷൻ ഫാക്ടർ. ഓക്കെ, ഫ്രിക്ഷൻ ഫാക്ടർ, മാനിങ്സ് ഫ്രിക്ഷൻ ഫാക്ടർ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് F dash is equal to 16/RE ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16/RE ആണ് വാല്യൂ വരുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ. അപ്പോൾ നമുക്ക് രണ്ട് തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്താൽ പറ്റും? 4F dash is equal to എന്തായിരിക്കും? F ആയിരിക്കും. 4F dash is equal to F. അപ്പോൾ F dash എന്ന് പറഞ്ഞാൽ എന്താണ്? മാറിപ്പോരുത്. F dash എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. F എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഡാസീസ് ഫ്രിക്ഷൻ ഫാക്ടർ. Fൻ്റെ ഇക്വേഷനാണ് ഞാൻ എഴുതിയിട്ടുള്ളത് 64/RE. F ഡാഷിൻ്റെ ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത് 16/RE. അപ്പോൾ ഇത് നമ്മൾ F dash വെച്ചിട്ട് എഴുതാറുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് ഞാൻ പറഞ്ഞുതരാം. HF is equal to 4F dash LV² divided by 2GD. ഓക്കെ, 4F dash LV² divided by 2GD. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് ഈ 4F LV² എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പഠിച്ചു വെക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ 4 കൂടെ ഉണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F dash എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. 4 കൂടെ ഇല്ലേ അങ്ങനെ എന്നുണ്ടെങ്കിൽ HF എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷൻ ഫാക്ടർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ അത് ഫ്രിക്ഷൻ ഫാക്ടർ ആണ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് F എന്ന്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ ഇവിടെ F എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് എടുക്കേണ്ടത്? അത് F മാത്രമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രിക്ഷൻ ഫാക്ടർ ആയിട്ടാണ് എടുക്കേണ്ടത്. നിങ്ങൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. FLV² divided by 2GD എന്ന് പറയുന്ന ഇക്വേഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു, ഡാസീസ് വേസ്റ്റ് ബാക്ക് ഫോർമുല പറഞ്ഞു. രണ്ടാമത്തത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു ഡാസീസ് വേസ്റ്റ് ബാക്ക് ഫോർമുല. രണ്ടാമത്തത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹേഗൻ പോയ്സെല്ലി സ്പെല്ലിംഗ് നിങ്ങൾ നോക്കിയാൽ മതി. ഹേഗൻ പോയ്സെല്ലി ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ. ഹേഗൻ പോയ്സെല്ലി ഫോർമുല ഓർ ഇക്വേഷൻ അതെന്ന് പറയുന്നത് HF is equal to 32 mu VL divided by 2GD. Rho GD square. ഓക്കെ, Rho GD square. ഇതാണ് ഇത് വരുന്നത്. നമ്മൾ ഹേഗൻ പോയ്സെല്ലി ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? HF is equal to 32 mu VL divided by Rho GD square. എന്താ mu എന്ന് പറയുന്നത്? വിസ്കോസിറ്റി. V എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി. L എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു പൈപ്പിൻ്റെ ലെങ്ത്. റോ എന്ന് പറയുന്ന ഡെൻസിറ്റി. G എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. D എന്ന് പറയുന്ന പൈപ്പിൻ്റെ ഡയമീറ്റർ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഏതിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? വിസ്കസ് ഫ്ലോ ത്രൂ പൈപ്പിൽ മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. വിസ്കസ് ഫ്ലോ ത്രൂ പൈപ്സ്. അപ്പോൾ നിങ്ങളോട് വിസ്കസ് ഫ്ലോ ത്രൂ പൈപ്സ് ആണ് പറയുന്നതെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്താൽ മതി. ഇവിടെ ഇതിന് എന്ത് ചെയ്യാം? നമുക്കിവിടെ വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ
ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിനും യൂസ് ചെയ്യാം. ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്യാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, വിസ്കസിന് യൂസ് ചെയ്യാം, ടർബുലൻറ്റിനും യൂസ് ചെയ്യാം. വിസ്കസിന് യൂസ് ചെയ്യാം, ടർബുലൻറ്റിന്. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ടർബുലൻ്റ് ആയിട്ട് എടുക്കാം. നമുക്ക് ഒന്നും പറഞ്ഞിട്ടില്ല എന്നെങ്കിൽ ടർബുലൻ്റ് വിസ്കസ് ആയിട്ട് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഈ ഫോമിലാണ് എടുക്കുന്നത്. ബട്ട് ഹേഗൻ പോയ്സൻലി ഫോമുല നമ്മൾ എന്തിനാണ് നമ്മൾ ഈ ഫോമിലേക്ക് യൂസ് ചെയ്യുന്നത്? പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു മേജർ ലോസ് വരുന്നുണ്ട്. ഹെഡിൽ മേജർ ലോസ് വരുന്നുണ്ട്. ആ ഹെഡിലുള്ള മേജർ ലോസ്, ഹെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനർജി തന്നെ, എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണ് ഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് എനർജി അല്ലെങ്കിൽ കുറച്ച് ഹെഡ് ലൂസ് ചെയ്യുന്നുണ്ട്, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണിത്. അപ്പോൾ ഇവിടെ ഹേഗൻ പോയ്സൻലി നമുക്ക് ഏത് മാസിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? വിസ്കസ് ഫ്ലോക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ ഒന്നാണ് ചെസിസ് ഫോമുല. ഞാൻ ജസ്റ്റ് ഫോമുല എഴുതുന്നുള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം നമ്മളിത് ചെസിസ് ഫോമുല നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓപ്പൺ ചാനൽ ഫ്ലോക്കാണ്. പൈപ്പ് ഫ്ലോക്ക് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളോട് ഇങ്ങനെ ക്വസ്റ്റനിൽ പറയുകയാണ് ഏത് ചെസിസ് ഫോമുല വെച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വെച്ച് കണ്ടുപിടിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചെസിസ് ഫോമുല നമ്മൾ ഏത് ഇതിൽ ഹെഡ് ലോസിനാണ് കണ്ടുപിടിക്കുക? നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോക്കാണ് നമ്മൾ അതിൻ്റെ ഹെഡ് ഓപ്പൺ ചാനൽ ഫ്ലോയിലുള്ള ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെസിസ് ഫോമുല യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് എം ഐ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് എം ഐ. ഒക്കെ പൈപ്പുമായിട്ട് അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്നാലും നോട്ട് ചെയ്ത് വെക്കുക. അതിൽ വി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആവറേജ് വെലോസിറ്റി, പിന്നെ സി എന്ന് പറയുന്നത് ചെസിസ് കോൺസ്റ്റൻറ്റ്. അത് നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ചെസിസ് കോൺസ്റ്റൻറ്റ്. എം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡയമീറ്റർ. ഹൈഡ്രോളിക് മീൻ ഡയമീറ്റർ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. ഐ എന്ന് പറയുന്നത് സ്ലോപ്പ് എന്ന് പറയാം നമുക്ക്, സ്ലോപ്പ്. അല്ലെങ്കിൽ ഐ is equal to ഫ്രിക്ഷണൽ ലോസ് പെർ യൂണിറ്റ് ലെങ്ത്. ഐ is equal to ഫ്രിക്ഷണൽ ലോ. അപ്പോൾ അതിൽ എച്ച് എഫ് ഉണ്ടല്ലോ, ഐയിൽ എച്ച് എഫ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എച്ച് എഫ് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏത് പറയുന്നത് മേജർ ലോസസിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. മേജർ ലോസസിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇനി ഈ പ്രോബ്ലത്തിൽ ഇവിടെ ഇപ്പോൾ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതേ കാരണം നമ്മളിതാ ഈ ഇക്വേഷനെ യൂസ് ചെയ്യുന്നത്, എച്ച് എഫ് is equal to FLV square by 2GD. അപ്പോൾ അത് ഓർത്ത് വെച്ചോ. ഇനി നമുക്ക് വേണ്ട മൈനർ ലോസസ് ആണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലത്തിൽ മൈനർ ലോസസുകളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനർ ലോസസ്, മൈനർ ലോസസ് ഞാൻ പെട്ടെന്ന് നമ്മൾ നാലിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈനർ ലോസസ് വരുന്നത്. 6 7 വരുന്നുണ്ട്, നമ്മളിവിടെ പറയുന്നില്ല. നമുക്ക് പ്രോബ്ലത്തിലൊക്കെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് 4 മൈനർ ലോസസുകളായിരിക്കും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ. സഡൻ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളെ പൈപ്പ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡയമീറ്റർ അങ്ങ് സഡനായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, പൈപ്പ് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അതിൻ്റെ ഡയമീറ്റർ സഡനായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ വാട്ടർ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് നമ്മളെ വാട്ടർ ഫ്ലോ ചെയ്യുക അല്ലടോ. ഇങ്ങനെയാണ് നമ്മളെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ഇവിടേക്ക് എന്ത് ഫോം ചെയ്യും, എഡ്ഡീസ് ഫോം ചെയ്യും. ഓക്കെ, അതായത് അതൊക്കെ കാരണമാണ് എന്ത് വരുന്നത്, ലോസ് വരുന്നത്. സോ ഐ എം ടേക്കിംഗ് ഹിയർ ദ വെലോസിറ്റി V1 ആൻഡ് ഹിയർ ദ വെലോസിറ്റി V2. ഹിയർ ഈസ് ദ ഡയമീറ്റർ D1 ആൻഡ് ഹിയർ ഈസ് ദ ഡയമീറ്റർ D2. ഓക്കെ ആണല്ലോ. ദെൻ ഞാൻ നേരെ പ്രൂഫ് ഒന്നും എടുക്കുന്നില്ല, അതിൻ്റെ നേരെ ഇക്വേഷൻ എടുക്കുകയാണ്. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ HL, ലോസ് ഓഫ് ഹെഡ് എന്നുള്ള രീതിയിൽ HL is equal to V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2G. ഓക്കെ, V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2G. V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2G. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തത്. സെക്കൻഡ് വൺ ലോസ് ഓഫ് ഹെഡ്, ഇതിന് നേരെ ഓപ്പോസിറ്റ്. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ, ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും എൻലാർജ്മെൻ്റ് അല്ലേന്നു, അടുത്ത സഡൻ കോൺട്രാക്ഷൻ. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ. ഓക്കെ, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ നമ്മൾ സെക്കൻഡ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എങ്ങനെ വരും നമുക്ക്, ഇതാ പൈപ്പ് നല്ല ഡയമീറ്റർ ഉണ്ടാവും, പെട്ടെന്ന് എന്ത് ചെയ്യും, അതിൻ്റെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാ ഫ്ലൂയിഡ് ഇങ്ങനെ അവിടെ വീന കോൺട്രാക്റ്റ് ഫോം ചെയ്യും, ഫ്ലൂയിഡ് പിന്നെ നേരെ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇതിനെ സെക്ഷൻ 1 എടുക്കുന്നു, ഇവിടെ സെക്ഷൻ 2 എടുക്കുന്നു, നമ്മളൊരു സെക്ഷനും കൂടെ എടുക്കും, CC വീന കോൺട്രാക്റ്റയുടെ സെക്ഷൻ. ഓക്കെ, വീന കോൺട്രാക്റ്റയുടെ സെക്ഷൻ എടുക്കും. എന്നിട്ട് നമ്മൾ CC കോയിഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ഇസ് ഈക്വൽ ടു ഏരിയ അറ്റ് CC ഡിവൈഡ് ബൈ ഏരിയ അറ്റ് 2. ഇതൊക്കെ നിങ്ങൾ ഹൈഡ്രോളിക് കോയിഫിഷ്യൻ്റ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്. CC is equal to AC/A2. ഓക്കെ ആണല്ലോ ഫസ്റ്റ്. ഇനി ഇവിടെ നേരത്തെ എടുത്ത പോലെ ഇവിടുത്തെ വെലോസിറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, V1 എടുക്കുന്നു, ഇവിടുത്തെ വെലോസിറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, V2 എടുക്കുന്നു. ആ പൈപ്പിലൂടെയുള്ള വെലോസിറ്റി V2 എടുക്കുന്നു. ഓക്കെ ആണല്ലോ. ദെൻ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ ഞാൻ ഇക്വേഷൻ എഴുതാം. HL is equal to V2 square by 2G into 1 by CC minus 1 whole square.
ഇതാണ് ഇക്വേഷൻ വി സ്ക്വയർ ബൈ 2g ഇൻറ്റു 1/cc മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി അഥവാ സി സി തന്നിട്ടില്ലെങ്കിൽ, സി സി നോട്ട് ഗിവൺ, മിക്കവാറും നമുക്ക് പ്രോബ്ലത്തിലൊക്കെ അങ്ങനെ ആയിരിക്കും, സി സി തന്നിട്ടുണ്ടാവില്ല. സി സി നോട്ട് ഗിവൺ ആണെങ്കിൽ നിങ്ങൾ ഏതെടുത്താൽ മതി, എച്ച് എൽ ഇസ് ഈക്വൽ ടു 0.5 വി സ്ക്വയർ ബൈ 2g, v2 സ്ക്വയർ 0.5 v2 സ്ക്വയർ ബൈ 2g എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു v1 ബൈ v2 ഹോൾ സ്ക്വയർ ബൈ 2g, ഇവിടെ 0.5 v2 സ്ക്വയർ ബൈ 2g. സി സി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, സി സി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈനർ ലോസസ് 4 അതിൽ മൂന്നാമത്തെ എന്ന് പറയുന്നത് ലോസ് അറ്റ് ദി എൻട്രൻസ് ഓഫ് പൈപ്പ്. ലോസ് അറ്റ് ദി എൻട്രൻസ് ഓഫ് പൈപ്പ്. ലോസ് അറ്റ് ദി എൻട്രൻസ് ഓഫ് പൈപ്പ്, നമ്മൾ എൻട്രൻസ് ഓഫ് പൈപ്പിലുള്ള ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് അറ്റ് ദി എൻട്രൻസ് ഓഫ് പൈപ്പ് എന്ന് ഉദ്ദേശിച്ചതാണ്, ഒരു ടാങ്ക് എടുക്കുന്നത് നിങ്ങൾ, ആ ടാങ്കിൽ നിന്ന് പൈപ്പ് പോകുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെയാണ് വാട്ടറിൻ്റെ അത് വരുന്നത്. അപ്പോൾ ഈ വാട്ടർ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറച്ച് ലോസ് വരുന്നുണ്ട്. ഓക്കെ, ടാങ്ക് തന്നെ അതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പൈപ്പിലൂടെയുള്ള വെലോസിറ്റി ഞാൻ വി എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പൈപ്പിലൂടെയുള്ള വെലോസിറ്റി വി എന്ന് എടുക്കുകയാണെങ്കിൽ ലോസ് അറ്റ് ദി എൻട്രൻസ് ഓഫ് പൈപ്പ് എന്ന് പറയുന്നത്, ലോസ് അറ്റ് ദി എൻട്രൻസ് ഓഫ് പൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇക്വേഷൻ എഴുതിക്കോ, എച്ച് എൽ ഇസ് ഈക്വൽ ടു 0.5 വി സ്ക്വയർ ബൈ 2g. എന്താണ് ഇവിടെ വി എന്ന് പറയുന്നത്, ആ ടാങ്കിൽ വെലോസിറ്റി നമുക്ക് 0 ആയിട്ട് എടുക്കാം. ടാങ്കിൽ നിന്ന് പൈപ്പിലൂടെ പോകുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി വി ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എച്ച് എൽ ഇസ് ഈക്വൽ ടു 0.5 വി സ്ക്വയർ ബൈ 2g എടുക്കാം, 0.5 വി സ്ക്വയർ ബൈ 2g. ദെൻ ഫോർത്ത് വൺ, ഈ സെയിം സംഭവം തന്നെ, ലോസ് അറ്റ് ദി എക്സിറ്റ് ഓഫ് പൈപ്പ്. ഈ എക്സിറ്റ് ഓഫ് പൈപ്പ് തന്നെ നമ്മൾ ടാങ്കിലോട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അറ്റ്മോസ്ഫിയറിലോട്ട് എൻ്റർ ചെയ്യുന്ന കേസുകളിലാണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ലോസ് അറ്റ് ദി എക്സിറ്റ് ഓഫ് പൈപ്പ് എന്ന് ഉദ്ദേശിച്ചതാണ്, നമ്മളൊരു പൈപ്പ് ഇങ്ങനെ വരുന്നുണ്ട്, പൈപ്പ് വന്നിട്ട് ടാങ്കിലോട്ടാണ് വരുന്നത്, നമുക്ക് ടാങ്കിലോട്ടാണ് വാട്ടർ വരുന്നത് ഈ ഡയറക്ഷനിൽ. ഓക്കെ ആണ്, ഞാൻ ഇവിടുത്തെ വെലോസിറ്റി വി എടുക്കുന്നു. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ലോസ് അറ്റ് ദി എക്സിറ്റ് ഓഫ് പൈപ്പ് വരുന്നത് എച്ച് എൽ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2g. എന്തുകൊണ്ടാണത്, ഇവിടെ കംപ്ലീറ്റ് ഇവിടെ വരുമ്പോൾ പിന്നെ റെസ്റ്റിലായില്ലേ, ആ വെലോസിറ്റി കംപ്ലീറ്റ് 0 ആയി. അതായത് വെലോസിറ്റി കംപ്ലീറ്റ് 0 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വെലോസിറ്റി എന്ത് ചെയ്തു, ലോസായി. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾ വാല്യൂ തന്നെ എടുക്കുന്നത്, എച്ച് എൽ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2g. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് മേജർ ലോസസും മൈനർ ലോസസും. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് വരാം. നിങ്ങളൊന്ന് വായിച്ചേ. എ പൈപ്പ് 0.5 mm ഡയമീറ്റർ ടേക്കിംഗ് ഓഫ് ഫ്രം എ റിസർവോയറിന് പൈപ്പ് എടുക്കുന്നുണ്ട്. സഡൻലി എക്സ്പാൻസ് ടു, അപ്പോൾ ആദ്യം 0.5 mm ഡയമീറ്റർ ആയിരുന്നു, പിന്നെ എന്തായിട്ട് മാറി 0.3 m ഡയമീറ്റർ ആയി. ഓക്കെ, 0.3 m ഡയമീറ്റർ ആയി, 0.3 മീറ്റർ അറ്റ് ദി എൻഡ് ഓഫ് 16 മീറ്റർ. അറ്റ് ദി എൻഡ് ഓഫ് 16 മീറ്റർ, അതായത് 16 മീറ്റർ കഴിഞ്ഞിട്ട്. ആൻഡ് കണ്ടിന്യൂസ് ഫോർ അനദർ 15 മീറ്റർ. ആ പൈപ്പ് പിന്നെയും 15 മീറ്റർ ഉണ്ട്. ഇഫ് ദ ഹെഡ് എബോവ് ദ ഇൻലെറ്റ് ഓഫ് ദ പൈപ്പ് ഈസ് 4.88 മീറ്റർ. നമ്മളെ വാട്ടറിൻ്റെ, നമ്മളെ ഇൻലെറ്റിൽ നിന്ന് നമ്മളെ ഹെഡ് എന്ന് പറയുന്നത് 4.8 ആണ്. ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. എഫ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് അതിൻ്റെ മീനിങ്, എഫ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഏതാണ്, ഫ്രിക്ഷൻ ഫാക്ടർ. ഓക്കെ, എഫ് എൽ വി സ്ക്വയർ ബൈ 2g ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. ഒരു ടാങ്ക്, ഓക്കെ, ടാങ്കാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ പൈപ്പ് 0.5 mm ഡയമീറ്റർ ടേക്കിംഗ് ഫ്രം എ റിസർവോയർ. ഒരു റിസർവോയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൈപ്പ് എടുക്കുന്നുണ്ട്, വെള്ളം എടുക്കുന്നുണ്ട്. ഓക്കെ ഉള്ള അതിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സഡൻലി എക്സ്പാൻസ് എന്ന് പറയുന്നുണ്ട്, അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സഡൻലി എക്സ്പാൻസ്, ഇതാണ് സംഭവം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ വാട്ടർ ഉണ്ട്, അത് നമ്മളെ ഇവിടെ നിന്നുള്ള ഹെഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്, 4.88. നോക്കടൂ അല്ലേ, the inlet നോക്ക്. If the head above the inlet of the pipe is 4.88 meter, that means from here it is 4.88 meter. First പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.15 മീറ്റർ. സെക്കൻഡ് പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.3 മീറ്റർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാല്യൂസ് എടുത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ വാല്യൂസ് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 0.15 0.3 തമ്മിലുള്ള റിലേഷൻ എന്താണ്. ഇവിടെ 0.3ൻ്റെ ഹാഫ് അല്ല 0.15. എന്തിനാണ് അങ്ങനെ തന്നിട്ടുള്ളത്, നമുക്ക് അവിടെ ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, എല്ലാ സമയത്തും അങ്ങനെ ഉണ്ടാകുന്നില്ല. പിന്നെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, എത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്. 16 മീറ്റർ. 0.15ൻ്റെത് അടുത്ത എത്രയാണ്, അനദർ 15 മീറ്റർ ആണ് ഈ പൈപ്പിൻ്റെ 15 മീറ്റർ ആണ് രണ്ടാമത്തെ പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്ക്, നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക, അതാണ് മനസ്സിലാക്കാൻ കുറച്ച് കൺഫ്യൂഷനിങ് ആക്കുന്ന ക്വസ്റ്റൻ ആണ്. എ പൈപ്പ് ഓഫ് 0.15
ഡയമീറ്റർ ടേക്കിംഗ് ഓഫ് ഫ്രം എ റിസർവോയർ സഡൻലി എക്സ്പാൻഡ്സ് ടു 0.3 മീറ്റർ. പെട്ടെന്ന് 0.3 എത്തി. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് 16 മീറ്റർ കഴിഞ്ഞ ശേഷം ആൻഡ് കണ്ടിന്യൂസ് ഫോർ അനദർ 15 മീറ്ററിൽ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് ഇവിടെയുള്ള വെലോസിറ്റി, ഈ പൈപ്പിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പോകുന്നുണ്ട് V2 എന്ന് പറഞ്ഞിട്ട്, ആ V2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ പൈപ്പിലൂടെ ഉള്ളത് V1 എന്ന് എടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അറ്റ്മോസ്ഫിയറിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എക്സിറ്റിലുള്ള എടുക്കേണ്ട, ഇവിടെയുള്ള വെലോസിറ്റി തന്നെ ഇവിടെ എടുത്താൽ മതി, V2 V1. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും വാല്യൂസാണ് നമുക്ക്, കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് വെച്ചിട്ട് നമുക്ക് V2 കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വാല്യൂ വന്നിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഈ ഹെഡ് എന്ന് പറയുന്നത്, H എന്ന് പറയുന്നത്, ഹെഡ് H is equal to 4.88 meter, H is equal to D1 is equal to 0.15 meter, L1 is equal to 16 meter, D2 is equal to 0.3 meter, L2 is equal to 15 meter. Then ഇത്രയും നമുക്ക് തന്നിട്ടുള്ളത്, ഇത്രയും വാല്യൂസ്. F is equal to 0.04 അല്ലെ, ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 0.04 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, F തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം, പ്രോബ്ലം ചെയ്യണം. ഓക്കെ. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ ടാങ്ക് നിങ്ങളിവിടെ നമ്മളെ ടാങ്ക് വരുന്നത്, ഓക്കെ, നമ്മൾ 2 സെക്ഷൻ എടുക്കുന്നു. ഇവിടെ 1 എന്നുള്ള സെക്ഷനും എടുക്കുന്നു, ഈ ഒരു പോയിന്റിൽ 2 എന്നുള്ള സെക്ഷനും എടുക്കുന്നു. എന്നിട്ട് ആ 1ഉം 2ഉം നമ്മൾ എന്ത് ചെയ്യും, ബെർണോളിസ് ഇക്വേഷൻ. അപ്പോൾ ഈ ടൈപ്പിൽ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾ, ഈ ടൈപ്പിൽ നിന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്ലോ വരുന്ന ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് അവിടെ ഏത് യൂസ് ചെയ്യാം, ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിലും വെച്ചിട്ട് ബെർണോളിസ് ഇക്വേഷൻ ആക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ ബെർണോളിസ് ഇക്വേഷൻ വരുന്നത്, P1/ρg പ്ലസ് V1² 2g plus z1 is equal to P2/ρg plus V2² 2g plus z2. ഓക്കെ ആൾ വരുന്നത്. നമുക്ക് ആർക്കൊക്കെ ക്യാൻസൽ ചെയ്യാം ഈ പോയിന്റിൽ. അപ്പോൾ ഞാൻ ഈ പോയിന്റിൽ അതേ വെലോസിറ്റി തന്നെ ഇവിടെ എടുക്കുന്നുണ്ട്. ആക്ച്വലി ഒന്ന് ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ വേണമെങ്കിൽ V1' എന്ന് എടുക്കാം, ഇവിടെ V1 എന്ന് എടുക്കാം. ബട്ട് എനിവേ ഈ പോയിന്റിലെ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, 0 എടുക്കാം. പിന്നെ പ്രഷർ എന്ന് പറയുന്നത് ഒരേ ലെവലാണ് വരുന്നത് അല്ലേ, ഒരേ ലെവലാണ് വരുന്നത്. അതുകൊണ്ട് പ്രഷർ എന്തായിരിക്കും, രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ പ്രഷറിൻ്റെയും ടേം ക്യാൻസൽ ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെയാണ് Z1 വരുന്നത്. Z1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡാറ്റ അല്ലടോ Z1 എന്ന് പറയുന്നത് അല്ലേ. Z1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ ഇവിടെ ഈ പോയിന്റ് നമുക്ക് എടുക്കാം. ഈ പോയിന്റിലോട്ടുള്ള ഇവിടെ വരുന്ന ഹെഡ് എത്രയാണ്, Z1 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡാറ്റം പോയിന്റ് എടുത്താൽ ഇത്രയും ഭാഗത്തെ ഹെഡാണ് Z1ൻ്റെ അവിടെ വരുന്നത്, ഹെഡ് വരുന്നുണ്ട്. അപ്പോൾ Z1 = നമുക്ക് എന്ത് എടുക്കാം, 4.88 ഈക്വൽ ടു ഇത് 2 0 ആയി ബാക്കി വരുന്നത് V2² ഇവിടെ ഇതും കൂടെ വരുന്നുണ്ട്. ഇത് റിയൽ ഫ്ലോ ആണ്. നമ്മളിവിടെ എന്ത് വരുന്നുണ്ട്, ലോസസും കൂടെ വരുന്നുണ്ട് കേട്ടോ. P2/ρg പ്ലസ് V2² 2g പ്ലസ് Z2 പ്ലസ് ലോസസും കൂടെ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ Z1 4.88 കിട്ടി നമുക്ക്. ഇനി ഈക്വൽ ടു V2² 2g ഈക്വൽ ടു V2² 2g. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ 1 എടുത്താലും മതി കേട്ടോ. സെക്ഷൻ ഇവിടെ 1 എടുക്കുക, രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ 1 എടുത്താലും നമുക്ക് എന്ത് കിട്ടും, ഈ Z1 4.88 ഡൗട്ട് ഇല്ലാതെ കിട്ടും. ഓക്കെ. അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഇവിടെ പുറത്തോട്ട് വരുന്ന പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്യാം. അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്, V1 0 ആണ്, അങ്ങനെ എടുക്കാം. സോ V2² 2g, ഈ Z2 എന്ന് പറയുന്നത് എന്താണ്, 0 ആയിരിക്കും. Z2 എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല പോയിന്റ് വരിക, നമ്മൾ അത് ഡാറ്റ ആക്കിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 4.77 എടുത്ത്. അതുകൊണ്ട് Z2 0 ആക്കി എടുക്കാം. സോ പ്ലസ് ബാക്കി എന്താണ് വരുന്നത്, ലോസസ്. ഇനി ആ ലോസസ് കണ്ടുപിടിക്കണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലോസസ് കണ്ടുപിടിച്ചാൽ നമുക്ക് V2 കണ്ടുപിടിക്കാം. V2² നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുറത്തോട്ട് വരുന്നത് V2². ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് ഒന്നും കൂടെ എങ്ങനെ എഴുതാം, അതായത് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണിത്. അപ്പോൾ ആക്ച്വലി PSCക്ക് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കാറില്ല ഇങ്ങനെ ആക്ച്വലി ലെങ്ത്തിൽ, പക്ഷേ നിങ്ങൾക്ക് ഇനി ചോദിക്കാം. 4.88 is equal to V2² 2g പ്ലസ് ഇവിടെ ഏതൊക്കെ ലോസസ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഏറ്റവും കോർ സംഭവം എന്ന് പറയുന്നത്. ഏതൊക്കെ ലോസസുകളാണ് ഇവിടെ വരിക എന്നുള്ളത്. ഓക്കെ, പറ ഏതൊക്കെ ലോസസുകളായിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ആദ്യം മേജർ ലോസസ് എടുക്കാം. നമ്മൾ പറഞ്ഞു ഏതൊരു പൈപ്പിലൂടെയും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടെന്ന് പറഞ്ഞു, മേജർ ലോസസ്. ഇവിടെ 2 പൈപ്പില്ല, ഇവിടെ 0.15 മീറ്റർ ഡയമീറ്ററുള്ള പൈപ്പുണ്ട്, 0.3 മീറ്റർ ഡയമീറ്ററുള്ള പൈപ്പുണ്ട്. ഈ 2 പൈപ്പിലും എന്തുണ്ടാവും, മേജർ ലോസസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പൈപ്പിലുള്ള മേജർ ലോസസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പൈപ്പിലുള്ള ഫസ്റ്റ് പൈപ്പിലുള്ള മേജർ ലോസസ് ഞാൻ HF1 എന്ന് കൊടുക്കുന്നു. ഈ സെക്കൻഡ് പൈപ്പിലുള്ള മേജർ ലോസ് ഞാൻ HF2 എന്ന് കൊടുക്കുന്നു.
ഫ്രിക്ഷൻ ലോസ് ആയതുകൊണ്ടാണ് HF എന്ന് എടുത്തത്. ഇനി മൈനർ ലോസസ്, അപ്പോൾ 2 മേജർ ലോസസ് കിട്ടിയല്ലോ, മനസ്സിലായില്ലേ? ഈ പൈപ്പിലുള്ള മേജർ ലോസ് ഞാൻ HF1 എടുത്തു, ഈ പൈപ്പിലുള്ള മേജർ ലോസ് എന്തെടുത്തു, HF2 എടുത്തു. ഇനി മൈനർ ലോസസ് എവിടേക്കാണ് വരിക? ഇവിടെ മൈനർ ലോസസ് ഒന്നും ഇവിടെ വരില്ലേ, ഇതിൻ്റെ എൻട്രൻസിൽ വരില്ലേ ഒരു മൈനർ ലോസ്, എൻട്രൻസിൽ ഒരു മൈനർ ലോസ് വരില്ല. പിന്നെന്താണ്, ഇവിടെ സഡൻ എക്സ്പാൻഷൻ അല്ലേ, ഈ സഡൻ എക്സ്പാൻഷനിൽ എന്ത് വരും, ഒരു മൈനർ ലോസ് വരും. വേറെ എവിടെയും വരുന്നില്ല. അതായത് ടാങ്കിൽ നിന്ന് പൈപ്പിലോട്ട് എൻ്റർ ചെയ്യുന്ന നേരത്തൊരു എന്താണ് ലോസ് അറ്റ് ദി എക്സിറ്റ് ഓഫ് ദി പൈപ്പ്. ഞാൻ നേരത്തെ മൈനർ ലോസ് പറഞ്ഞതിൽ പറഞ്ഞു. മൂന്നാമത്തത് ലോസ് അറ്റ് ദി എൻട്രൻസ് ഓഫ് ദി പൈപ്പ്. മൂന്നാമത്തത് ലോസ് അറ്റ് ദി എൻട്രൻസ് ഓഫ് ദി പൈപ്പ്. പിന്നെ ഇവിടെ എന്താ, ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ. ഇതേ വരുള്ളൂ. എക്സിറ്റിലോട്ടുള്ള എടുക്കണ്ട, കാരണം ടാങ്കിലോട്ടുള്ളതാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലാത്ത കേസിൽ അറ്റ്മോസ്ഫിയറിലോട്ടാണ് നമ്മൾ എടുക്കേണ്ട. ഓക്കെ ആണല്ലോ? അപ്പോൾ 2 മേജർ ലോസും 2 മൈനർ ലോസും ഉള്ളത്. ആ 2 മേജർ ലോസ് 2 മൈനർ ലോസും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ എഴുതുമ്പോൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുന്നു 4.88 is equal to V²/2G. ലോസ് ഏതൊക്കെയാണ്? ഫ്രിക്ഷണൽ ലോസ് ഇൻ ഫസ്റ്റ് പൈപ്പ്. ഓക്കെ, HF1 ഫ്രിക്ഷണൽ ലോസ് ഇൻ ഫസ്റ്റ് പൈപ്പ് പ്ലസ് frictional loss in second pipe HF2 frictional force in second pipe plus head loss at the entrance of pipe. Okay, head loss at the entrance of pipe plus head loss due to sudden expansion. ഞാൻ EXP എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് V²/2G ലോസസ് ഏതൊക്കെയാണ് എടുത്ത്? മേജർ ലോസ് ഇൻ ഫസ്റ്റ് പൈപ്പ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ലോസ് ഇൻ ഫസ്റ്റ് പൈപ്പ്, മേജർ ലോസ് ഇൻ സെക്കൻഡ് പൈപ്പ് ഓർ ഫ്രിക്ഷണൽ ലോസ് ഇൻ സെക്കൻഡ് പൈപ്പ്, ലോസ് അറ്റ് ദി എൻട്രൻസ് ഓഫ് പൈപ്പ്, ആ ടാങ്കിൽ നിന്ന് പൈപ്പിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു മൈനർ ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ ഓഫ് പൈപ്പ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ 4 ലോസും കണ്ടുപിടിക്കണം. 4 ലോസും V2ൻ്റെ ടേമിൽ എഴുതണം. എന്നിട്ട് ഇതിൽ നിന്ന് V2 കണ്ടുപിടിക്കണം. ഇതാണ്. അപ്പോൾ ഇനി ചെയ്യുന്നതും കുറച്ച് ലെങ്തി ആയിട്ടാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് ചെയ്ത് നോക്കാം. സോ HF1 എന്താണ്? ഫ്രിക്ഷണൽ ലോസ് അറ്റ് പൈപ്പ് 1. Frictional loss at pipe 1 and which is equal to എന്താ ഇക്വേഷൻ വരിക? FLV²/2GD. ഏത് ഇക്വേഷൻ ആണോ? ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പൈപ്പിൻ്റെ ഇതിൽ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഏതാണ്? ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരുന്നത്? 0.04 ഇൻറ്റു ആയത്തിൻ്റെ ലെങ്ത് എത്ര വരുന്നത്? 16 ഇൻറ്റു V² എന്ന് പറയുമ്പോൾ, സോറി, ഫസ്റ്റ് പൈപ്പ് വരുമ്പോൾ V1² വരും അല്ലേ? ഫസ്റ്റ് പൈപ്പിൽ വെലോസിറ്റി V1 അല്ലേ? V1²/2GD. അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? സൈഡിൽ ഒരു കാര്യം കൂടെ ഒന്ന് എഴുതി വെക്കുക. സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കാര്യം ഒന്ന് എഴുതി വെക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ V1 ഒക്കെ V2ൻ്റെ ടേമിൽ എഴുതണം, കാരണം നമുക്ക് V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. എന്താ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചാൽ മതി. കണ്ടിന്യൂറ്റി ഇക്വേഷൻ is equal to A1 V1 is equal to A2 V2 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? D1² V1 is equal to D2² V2. കാരണം ഏരിയ എന്ന് പറഞ്ഞാൽ π/4 D1² ആണ്, A2 എന്ന് പറഞ്ഞാൽ π/4 D2². ആ 2 π/4 ക്യാൻസൽ ചെയ്തു. ദാറ്റ് മീൻസ് D1² V1 is equal to D2² V2. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. A1 V1 is equal to A2 V2 π/4 D1² V1 is equal to π/4 D2² V2. അപ്പോൾ അതിൽ π/4 രണ്ടും ക്യാൻസൽ ആവും. നമുക്ക് എന്ത് ചെയ്യാം? π/4 രണ്ടും ക്യാൻസൽ ആവും. നമുക്ക് എന്ത് ചെയ്താം? V1 is equal to ഈ D1 അങ്ങോട്ട് പോകുമല്ലോ. സോ D2/D1 ഹോൾ സ്ക്വയർ ഇൻറ്റു V2². ഇല്ല കേട്ടോ, V2 ഉള്ളൂ. V2 ഓക്കെ ആണല്ലോ? എന്താ D2 D1ഉം ഞാൻ പറഞ്ഞു നേരത്തെ, ആ വാല്യൂ ശ്രദ്ധിക്കണം. 0.3ഉം 0.15ഉം 0.3 ഹോൾ സ്ക്വയർ V2 ഈക്വൽ ടു എന്താ? 0.3 0.15 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2² എന്ന് പറഞ്ഞാൽ 4. സോ 4V2. അപ്പോൾ നമുക്ക് റിലേഷൻ കിട്ടിയ എന്താണ്? V1 is equal to 4V2. ഇനി ഇതാണ് നമ്മൾ ആ ഇക്വേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത്. V1 is equal to 4V2. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, V1 / 2 നമുക്ക് എന്ത് കിട്ടി? V1 is equal to 4V2. V1 is equal to 4V2. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? V1² എന്ന് വരെ എന്ത് കൊടുക്കാം? 4V2 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. V1 വരെ ഞാൻ എന്ത് കൊടുക്കുന്നു? ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക. V1 വരെ എന്ത് കൊടുക്കുന്നു? 4V2 എന്ന് കൊടുത്തു. സോ 4V2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണല്ലോ? 4V2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2GD എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഫസ്റ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.15 ആയിരുന്നു. 0.15. ഓക്കെ, 0.15. സോ അത് നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക. സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇവിടെ V2²/2G അവിടെ തന്നെ അങ്ങ് മാറ്റി വെച്ചാൽ മതി, കാരണം നമുക്ക് എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവസാനം പുറത്തോട്ട് എടുക്കാം, വാല്യൂ കണ്ടുപിടിക്കേണ്ട. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുക എല്ലാത്തിലും വരുന്ന കോമൺ ടേം. സോ V2²/2G വരുന്നുണ്ട്. ബാക്കി 4² 16 വരും. 16 × 16 × 0.04 ഡിവൈഡ് ബൈ 0.15 ചെയ്യുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. വാല്യൂ ഞാൻ എഴുതാം. വാല്യൂ നിങ്ങൾക്ക് HF1ൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത്
അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം വാല്യൂ എന്ന് പറയുന്നത് 68.27. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേണം. 68.2 എടുക്കുന്നു ഞാൻ. 68.2 v²/2g. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? HF1 കിട്ടി. HF1 കിട്ടി. ഇനി HF2 സീക്വൽ എന്താണ്? HF2 സീക്വൽ ടു എഫ്, ഇവിടേക്ക് L1 ആട്ടെ, L1 D1, എഫ് L2 v²/2g d2. 2g d2. രണ്ടാമത്തെ വൈപ്പായിട്ട് v2 എടുത്ത് L2 എടുത്ത് സംഭവങ്ങളൊക്കെ എടുത്ത്. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.04 ഇൻറ്റു L2 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ രണ്ടാമത്തിൻ്റെ 15 അല്ലേന്നോ? രണ്ടാമത്തിൻ്റെ 15 നമ്മൾ മീറ്റർ ലെങ്ത് പറഞ്ഞത്. ഇൻറ്റു v2², അതുപോലെ തന്നെ എഴുതാം, v2²/2g d2 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ രണ്ടാമത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.3 ആണ്. 0.3. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ എത്ര വരും? 30ഉം ഇതിനെ 4 ആക്കി എടുത്താൽ ഇവിടെ രണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇതിനെ 4 ആക്കി എടുക്കുന്നു, ഇതിനെ 30 ആക്കി എടുക്കുന്നു. രണ്ടിടത്തും എന്ത് ചെയ്തു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവരും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. പിന്നെ ബാക്കി 2 വരുമ്പോൾ ഈ രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി ഇവിടെ 2. ഇത് ക്യാൻസൽ ചെയ്യേണ്ട. v²/2g അതുപോലെ തന്നെ എഴുതിയാൽ മതി. സോ ഇവിടെ എന്ത് കിട്ടും? 2v²/2g, v2². ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ നമുക്ക് 68.2 v2²/2g കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ 2v2²/2g. ഇനി മൈനർ ലോസ്. ഫസ്റ്റ് മൈനർ ലോസ് ഏതാണ്? ലോസ് അറ്റ് ദി എൻട്രൻസ് ഓഫ് പൈപ്പ്. പൈപ്പിൻ്റെ എൻട്രൻസിലുള്ള മൈനർ ലോസ്. എന്താ പൈപ്പിൻ്റെ എൻട്രൻസിലുള്ള മൈനർ ലോസിൻ്റെ ഇക്വേഷൻ പറഞ്ഞത്? 0.5 v1²/2g. ഓക്കെ. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.5 ഇൻറ്റു v1² എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? 0.5 v1². കാരണം ആ കയറുന്ന പൈപ്പിലുള്ള വാട്ടർ എന്ന് പറയുന്നത് v1 ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ ടാങ്കിൻ്റെ കേസ് എടുത്താലേ ഇങ്ങനെയല്ലേ ടാങ്ക് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. ഇവിടുത്തെ വെലോസിറ്റി ഫസ്റ്റ് v1 ആണ്, പിന്നെയാണ് v2 വരുന്നത്. അപ്പോൾ നമ്മൾ 0.5 v1²/2g ആണ്. ദാറ്റ് മീൻസ് 0.5 v1 എന്ന് പറയുമ്പോൾ 4v2 എന്ന് പറയുമ്പോൾ 16 v2²/2g അല്ലേ? 4ൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കി 8. സോ എന്ത് കിട്ടും? 8 v2²/2g. നമുക്ക് മൂന്നാമത്തെ ലോസ് കിട്ടി. ഫസ്റ്റ് ലോസ് കിട്ടി 68.2 v2²/2g. രണ്ടാമത്തെ 2 v2²/2g. മൂന്നാമത്തത് 8 v2²/2g. ഇനി ഒരു ലോസും കൂടെ അവിടെ മൈനർ ലോസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ 4 പറഞ്ഞ്. ഒന്നായി ഇവിടെ HF1, HF2 2, HL. അടുത്തത് മൈനർ ലോസ് ഡ്യൂ അറ്റ് ദി എക്സ്പാൻഷനിൽ വരുന്ന മൈനർ ലോസ്. എന്തായാലും നമ്മൾ മൈനർ ലോസ് അറ്റ് ദി ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ കാരണമുള്ള മൈനർ ലോസ് എന്താ നമ്മൾ പറഞ്ഞത്? v1 - v2 whole² / 2g. സോ ദാറ്റ്സ് ഈക്വൽ ടു v1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 4v2 ആണ്. 4v2 - v2 whole². നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു v1 എന്ന് പറഞ്ഞാൽ 4v2 ആണെന്നുള്ളത്. 4v2 - v2 3v2 whole² എന്ന് പറയുമ്പോൾ 9v2²/2g. 9v2²/2g. ഓക്കെ, 9v2²/2g. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻസ് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ വാല്യൂസും കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാമല്ലോ 4.88 v²/2g. ഇവിടെ എത്ര വരുന്നുണ്ട്? 4 ലോസസിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. 4 ലോസസിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. സോ ഞാൻ എഴുതുന്നു ഇവിടെ 4.88 സീക്വൽ ടു v2²/2g ഇൻറ്റു v2²/2g ഇൻറ്റു ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്? v2²/2g. പിന്നെ ഏതൊക്കെയാണ് ലോസസ് വരുന്നത്? 4 ലോസസ് പ്ലസ് ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് മേജർ ലോസ് എന്ന് പറഞ്ഞാൽ 88 പോയിൻറ്റ്. നമുക്ക് എത്ര വാല്യൂ കിട്ടിയത്? 80 അല്ല, 68 അല്ലേ? 68.2 v²/2g പ്ലസ് രണ്ടാമത്തെ നമുക്ക് എത്ര കിട്ടിയത്? രണ്ടാമത്തെ മേജർ ലോസ് നമുക്ക് കിട്ടിയത് 2v2²/2g. രണ്ടാമത്തെ മേജർ ലോസ് കിട്ടിയത് 2v2²/2g. പിന്നെ 2 മൈനർ ലോസുകൾ ഏതൊക്കെയാണ്? 2 മൈനർ ലോസുകൾ, ഒന്ന് 8v2²/2g പ്ലസ് ഒന്ന് ഏതാണ് അല്ലേ? ഇവിടെ നോക്കാം. നമുക്ക് ഫസ്റ്റത്തത് 68.2 v2²/2g, രണ്ടാമത്തെ 2v2²/2g, മൂന്നാമത്തെ 8v2²/2g, നാലാമത്തത് 9v2²/2g. 9v2²/2g. ഓക്കെ ആണല്ലോ. സോ ഇതിൽ നിന്ന് v2²/2g പുറത്തോട്ട് എടുക്കാം. ഇനി ഇതിൽ നിന്ന് v2² കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. v2²/2g ഔട്ട് സൈഡ് എടുത്താൽ 1 + 68.2 + 2 + 8 + 9. ഓക്കെ. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയുടെ കിട്ടുന്നത്? 1 + 2 9 + 1 10, 10 + 10 20, 60 എഴുതുമ്പോൾ 88.2 v2²/2g ഇൻറ്റു 88.2.
88.2. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിന്ന് V2 സ്കോർ കണ്ടുപിടിക്കുന്നത് എന്താ കിട്ടും നമുക്ക്? V2 കണ്ടുപിടിക്കാം. V2 സ്കോർ ഇസ് ഈക്വൽ ടു ഈ 2G ഇങ്ങോട്ട് എടുക്കാം. സോ 2G ഇൻറ്റു 4.88 ഡിവൈഡഡ് ബൈ 88.2. 88.2. സോ ദാറ്റ്സ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഇവിടെ നോക്കിയപ്പോൾ എന്തെങ്കിലും മനസ്സിലാണ്ടോ? എന്താണ് 2 പോയിൻറ്റ്? അതാണ് ഞാൻ പറഞ്ഞ വാല്യൂസ് നമ്മളെ റിലേഷൻ നോക്കണം എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 4.88 എന്ന് പറഞ്ഞാൽ എത്രയാടോ? G ആണ് അല്ലേ? 4.88ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 9.8 ആണ്. ഓക്കെ, അപ്പോൾ 4.88ൻ്റെ ഡബിൾ G ആണ്. അപ്പോൾ G ഇൻറ്റു G എന്ന് പറയുമ്പോൾ അവിടെ G സ്ക്വയർ വരും. G സ്ക്വയർ ഡിവൈഡ് ബൈ 88.2. അതേതാണ്? V2 സ്ക്വയർ ആണ്. നമുക്ക് ഇനി ഏതാ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് V2 എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഏകദേശം വാല്യൂ നോക്കി കണ്ടുപിടിക്കുക. V2 സീക്വൽ ടു അതിൻ്റെ റൂട്ട് എടുക്കുക. റൂട്ട് എടുക്കുമ്പോൾ ജിയുടെ റൂട്ട് G സ്ക്വയർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 9.8 ഡിവൈഡ് ബൈ 88.2ൻ്റെ എത്ര വരും ഏകദേശം? അത് നോക്കാനേ പറ്റില്ല, നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല PSCക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളെ കാൽക്കുലേഷൻസ് യൂസ് ചെയ്യണം. നമുക്കറിയാം 9ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്, 10ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. നമ്മൾ മാത്സിൽ ഒരു ഇറ്ററേഷൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഏകദേശം യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 9.5ൻ്റെ എത്ര വരിക? 9.5ൻ്റെ ഏകദേശം ഇതിൻ്റെ ഹാഫാണ് വരിക ഏകദേശം. അപ്പോൾ 81ഉം അതിൻ്റെ 19ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 9.5. സോ ഏകദേശം 91.5 ആണ് ഏകദേശം ഇതിൻ്റെ ഹാഫായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാല്യൂ പറഞ്ഞാൽ 88 ആണ്. അപ്പോൾ ഈ 9.5ലും കുറച്ച് കുറഞ്ഞൊരു വാല്യൂ. അപ്പോൾ അതായത് ഏകദേശം അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് 88.2 എന്ന് പറയുന്നത് ഏകദേശം ഒരു 9.4 ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ 9.4 V2 സീക്വൽ ടു, അപ്പോൾ ഏകദേശം 9.8 ബൈ 9.4 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1 തന്നെയുള്ള വാല്യൂ. 0.4ൻ്റെ വ്യത്യാസമേ ഉള്ളൂ, 1 തന്നെയാണ്. അപ്പോൾ ചെറിയ വാല്യൂ, ഈ വാല്യൂ 9.4നേക്കാൾ ന്യൂമറേറ്റർ കുറച്ചൊന്ന് കൂടിയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും 0.2ഓ 0.3ഓ അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ വാല്യൂ ആയിരിക്കും 1.03 എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇതാണ് ഓപ്ഷൻ വരുന്നത്. 1.07 മീറ്റർ പെർ സെക്കൻഡ്, 0.039. ഇതെന്തായാലും അല്ലല്ലോ, കാരണം എന്താണ്? നമ്മൾ ഇക്വേഷൻ എന്നാണ് നമുക്ക് കിട്ടിയതാണ് V2 സീക്വൽ. ഇനി ലാസ്റ്റ് ഞാൻ പറഞ്ഞത് എങ്ങനെ നമ്മൾ ആൻസറിലോട്ട് എത്തുന്നുള്ളതാണ്. 9.8 ഡിവൈഡ് ബൈ ഏകദേശം 9.4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് വരില്ല, കാരണം 1നേക്കാളും കൂടുതലേ, കാരണം ന്യൂമറേറ്റർ ആണ് കൂടുതൽ. പിന്നെ ഇതും വരില്ല, കാരണം ന്യൂമറേറ്റർ ആണ് അവിടെ കൂടുതൽ. ഈ രണ്ടെണ്ണത്തിലാണ് വരിക. ഈ രണ്ടെണ്ണത്തിൽ ഞാൻ പറഞ്ഞു ഇത് ഓൾമോസ്റ്റ് 0. ഇപ്പോൾ 9.8 ഡിവൈഡ് ബൈ ഒരു 8 ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? 8 അല്ല 7 ഒക്കെ ആണെങ്കിൽ നമുക്ക് 1.22 ഒക്കെ വരും. ഇത് പറഞ്ഞാൽ ഏകദേശം 1 തന്നെയാണ്, പക്ഷേ ഒരു 0.4ൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ 1നേക്കാളും കുറച്ചൊരു കൂടിയ വാല്യൂ. അപ്പോൾ നമ്മൾ ആൻസർ ഏതായിരിക്കും? ഇയർ ഇറ്റ് ഈസ് ഓപ്ഷൻ എ is your answer. ഓപ്ഷൻ എ ഈസ് യുവർ ആൻസർ. അപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾ ആ പ്രോബ്ലം എങ്ങനെയെന്ന് മനസ്സിലാക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഞാൻ പറയാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. നമുക്കിവിടെ തന്നിട്ടുള്ളത് ഒരു ടാങ്കിൽ നിന്ന് ഒരു പൈപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞ ഡയമീറ്ററാണ്, പിന്നെ കൂടിയ ഡയമീറ്ററാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ലാസ്റ്റ് രണ്ടാമത്തെ പൈപ്പിൽ നിന്ന് എക്സിറ്റ് വരുന്ന വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ വെലോസിറ്റി എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ചെയ്യാൻ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്യുക. ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ 2 പോർഷനായിട്ട് എടുക്കാം. ഇവിടെ എടുക്കുന്നില്ലായിരുന്നു നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നല്ലത്. നമുക്ക് ഇവിടെ ഒരു പോർഷനും ഇവിടെ ഒരു പോർഷനും എടുക്കാം. അപ്പോൾ ഇവിടുത്തെ പോർഷൻ എടുക്കുമ്പോൾ അവിടുത്തെ Z1 നമുക്ക് 4.88 എടുക്കാം. ഓക്കെ, ഇവിടുത്തെ വെലോസിറ്റി 0 ആയതുകൊണ്ട് V1 0 എടുക്കാം. V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് ലോസസും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ലോസസ് ഏതൊക്കെ എടുക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള കാര്യം. നിങ്ങൾ ഏതൊക്കെ ലോസസ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ 2 പൈപ്പിലൂടെയാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് പൈപ്പിലൂടെയുള്ള മേജർ ലോസും എടുക്കണം, സെക്കൻഡ് പൈപ്പിലൂടെയുള്ള മേജർ ലോസും എടുക്കണം. ഞാൻ പറഞ്ഞു പൈപ്പ് ഫ്ലോ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലോസ് എടുക്കേണ്ട ഏതാണ്? നമ്മൾ ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷനാണ് എടുക്കേണ്ടത്. FLV² ഡിവൈഡ് ബൈ 2GD എന്ന് പറയുന്നത്. F നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അതല്ല വിസ്കസ് ഫ്ലോ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെടുക്കാം? നമുക്ക് ഹേഗൻ പോയ്സൺലി ഇക്വേഷൻ എടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി പ്രത്യേകം നിങ്ങളോട് പറയുന്നു ടു ഫൈൻഡ് യു ബൈ യൂസിങ് ഹേഗൻ പോയ്സൺലി പറഞ്ഞാൽ എടുക്കാം, ബൈ യൂസിങ് ഡാസി വേസ്റ്റ് ബാക്ക് പറഞ്ഞാൽ അതെടുക്കാം. അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പ് ഫ്ലോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ എടുക്കുന്നു. അപ്പോൾ ഇവിടെയും ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ HF1, ഇവിടെയും ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ HF2 കണ്ടുപിടിക്കണം. പിന്നെ മൈനർ ലോസസ് എവിടേക്കാണ് വരിക? ഒന്ന് ഈ ടാങ്കിൽ നിന്ന് പൈപ്പിലോട്ട് എൻ്റർ ചെയ്യുന്നിടത്ത്. ഓക്കെ, അതായതാണ് ലോസ് അറ്റ് ദി എൻട്രൻസ് ഓഫ് പൈപ്പ്. പിന്നെ ഈ പൈപ്പ് സഡൻ എക്സ്പാൻഷൻ വരുന്നത്. അപ്പോൾ 2 മേജർ ലോസും 2 മൈനർ ലോസും നമ്മൾ എടുക്കണം. അതാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് ഈ 4. ഫസ്റ്റ് മേജർ ലോസ് 4F L1, ഫസ്റ്റ് പൈപ്പ് ആയതുകൊണ്ടാണ് L1 V1² ബൈ 2GD. സോ 0.4 ഇൻറ്റു L1 16 ഇൻറ്റു V1 വരെ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുത്ത് V1 4V2 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 4V2 കൊടുത്തു, കാരണം V2 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു അൺനോൺ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അടുത്ത HF2 രണ്ടാമത്തെ പൈപ്പിലെ മേജർ ലോസ് സീക്വൽ നമുക്ക് കണ്ടുപിടിച്ചത്. അപ്പോൾ ഫസ്റ്റ് പൈപ്പ് നമുക്ക് ഇത് ചെയ്യലാണ് ഇവിടെ ഇതിൽ കുറച്ച് ടൈം എടുക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. 16 ഇൻറ്റു 16 256 അല്ലേ, 256 വരും. അതേ ഇൻറ്റു 4 കൊടുക്കുക. പിന്നെ അതിനെന്ത് ചെയ്യുക? ഇവിടെ 2 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 4
ഇവിടെ 15 ആവും. ആ 256നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1024 വരുന്നത് തോന്നുന്നു. അതിന് വെച്ച് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 68.2 കിട്ടും. ഒരു 10-20 സെക്കൻഡ് അതിനുള്ളിൽ കിട്ടും. ന്യൂമറിക്കൽ സ്പീഡപ്പ് ആക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് 68.2 V2² ഫസ്റ്റ് ലോസ് കിട്ടി. സെക്കൻഡ് മേജർ ലോസിൻ്റെ വാല്യൂ ഇവിടെയൊക്കെ പിന്നെ ക്യാൻസൽ ചെയ്തിട്ട് തന്നെ കിട്ടും. 2V2²2G ലോസ് ഡ്യൂ ടു എൻട്രൻസ് ഓഫ് പൈപ്പ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 0.5 V1²2G നമുക്ക് കിട്ടും. 8 V2²2G ആൻഡ് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. V1 - V2² അത് വെച്ചിട്ട് നമുക്ക് 9 V2²2G കിട്ടും. അത് നമ്മൾ വീണ്ടും ബെർണോളിസ് ഇക്വേഷൻ എഴുതുന്നു. Z1 ആയ 4.88 V2²2G. പിന്നെ ഇത്രയും ഭാഗം എന്താണ്? ലോസുകളാണ്. ഫസ്റ്റ് മേജർ ലോസ്, സെക്കൻഡ് മേജർ ലോസ്, പിന്നെ 2 മൈനർ ലോസുകൾ. അതിന് നമ്മൾ V2²2G ഔട്ട് സൈഡ് എടുക്കുന്നു. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് V2 എന്ത് കിട്ടും? V2 we will get our answer option A 1.07 meter per second. ഓക്കെ ആണല്ലോ. അതിൽ ഒരുപാട് പോയിന്റുകൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ കൂടെ പറഞ്ഞു. അപ്പോൾ മിക്കവാറും ക്വസ്റ്റനിലൊക്കെ അതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇനി പ്രോബ്ലംസ് ചോദിക്കാം, തിയറി ചോദിക്കാം. എന്താണ് ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ, അത് ഇന്ന ടൈം ഏതാണ്, എഫിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു ഫ്രിക്ഷൻ ഫാക്ടർ F = 64/6 റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതല്ല 4FLV ചിലപ്പോൾ അവർ ഇക്വേഷൻ അങ്ങനെ തരും. ഏത്? ടേക്ക് ഡാസി വേസ്റ്റ് ബാക്ക് ഇക്വേഷൻ = 4FLV²/2GD. അങ്ങനെയാണെങ്കിൽ എഫ് എന്താണെന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് എന്താണ്? ഫ്രിക്ഷൻ ഫാക്ടർ അല്ല, കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ. 4Fൻ്റെ കൂടെയുള്ള ഫ്രിക്ഷൻ അതാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 16/6 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ക്ലിയർ. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ.